ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാറുകാരുടെ സ്വന്തം സ്നാക്കായ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള പഴം നിറച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പഴം നിറച്ചത്, കായ നിറച്ചത് എന്നൊക്കെ പറയുന്ന സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് പകുതി മൂപ്പായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ കളറൊക്കെ മാറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ പഴം നിറച്ചതിന് വേണ്ടത് നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ചെറിയ നേന്ത്രപ്പഴമാണ് നല്ലത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് കുറച്ച് വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് 2ആയിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറിയ നേന്ത്രപ്പഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മുറിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കണം. രണ്ടറ്റത്തേക്കും എത്താതെ ഇതുപോലെ ആ ഒരു നടുഭാഗം മാത്രം ഇങ്ങനെ കീറി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള നാര് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കത്തി കൊണ്ട് എടുത്ത് കളയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫില്ലിങ് വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ കഴിയുന്നിടത്തോളം ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്യാം. ഇനി നമുക്കൊരു മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു മാവാക്കി എടുക്കണം. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ പഴത്തിലാക്കി കൊടുക്കുമ്പോൾ ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ നിറച്ച് വെച്ച പഴവും എടുത്തിട്ട് അതിൻ്റെ ആ ഫില്ലിങ് വെച്ച ഭാഗത്ത് അത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫുള്ളായിട്ട് മാവ് ആക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആ പഴമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. കുറച്ചൊരു മണ്ണുള്ള പഴമായതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം, എല്ലാ ഭാഗവും ഒരുപോലെ കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്